പ്രവാസികളായ ഏറ്റവും കൂടുതൽ റൂമിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? പ്രവാസികൾ ബാച്ചിലർ റൂമിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്നല്ലേ നീ ചോദിച്ചത്? അല്ല, ഒരുവിധ ആൾക്കാരൊക്കെ ആയിരിക്കും മൂട്ടകടിയാണോ? അതൊന്നുമല്ല. കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഇവർ ഈ ഉറങ്ങുന്ന ആൾക്കാരെ പരിഗണിക്കാതെ വീട്ടിലേക്ക് ഭാര്യക്കും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഉമ്മാനെയൊക്കെ ഫോൺ ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാർ കിടന്നുറങ്ങുകയാണെന്നുള്ളൊരു ചിന്ത ഇല്ലാതെ ഭയങ്കര ശബ്ദത്തിൽ ഫോൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇവർ കോമഡിയൊക്കെ കാണുമാവും, ഹെഡ്സെറ്റ് വെച്ചിട്ടേക്കും കാണുന്നത്, എന്നാലും അട്ടഹസിച്ച് ചിരിക്കുന്ന ആൾക്കാർ മറ്റുള്ള ആൾക്കാർ ഉറങ്ങുകയാണെന്നുള്ള ഒരു ചിന്തയില്ലാതെ. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ദേരയിൽ കഫ്തീരിയയിൽ പണിയെടുക്കുന്ന കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു റൂമിലേക്ക് ഞാൻ പോകാനിടയായിട്ടോ. അവിടെ ചെന്ന സമയത്ത് റൂമിൽ ലൈറ്റ് ഇടാൻ പറ്റൂല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ചിട്ട് വേണം പോകാൻ. ചില റൂമുകളിൽ നമ്മൾക്ക് പാൻറ്റിൻ്റെ സിബ് ഊരി കഴിഞ്ഞാൽ വരെ പ്രശ്നമാണ്. കാരണം അതിൻ്റെ ശബ്ദം കേട്ട് വരെ ആൾക്കാർ ഉണർന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഈ ഒരു പ്രശ്നം കൊണ്ട് കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കാതെ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം എന്താ അറിയോ, ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടൂല. ഉറക്കം നമ്മൾ വിചാരിക്കുമ്പോൾ വരുന്ന സംഭവമല്ല. ഉറങ്ങുന്ന ആളുകളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളെപ്പോലെ തന്നെ അധ്വാനിച്ച് വന്ന് ക്ഷീണം കൊണ്ട് വന്ന് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. ആ ആളുകളെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. നിങ്ങളെ സന്തോഷത്തിന് മറ്റുള്ള ആൾക്കാരെ സന്തോഷം സമാധാനം കളയാതിരിക്കുക, ബന്ധങ്ങൾ നിലനിർത്തുക.